വാം വെൽക്കം എവറി വൺ. നമ്മൾ ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ കവർ ചെയ്യുന്നത് കപ്പാസിറ്റൻസിൻ്റെ പ്രോബ്ലംസ്, സിമിലർലി കോയാക്സിയൽ കേബിളിൻ്റെ കപ്പാസിറ്റൻസ്, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസുമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കപ്പാസിറ്റൻസ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. സോ കപ്പാസിറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ട് മെറ്റീരിയൽസ് എടുത്തിരിക്കുകയാണ്, M1 M2. M1 എന്ന് പറയുന്നത് M1-നകത്തുള്ളത് പോസിറ്റീവ് ചാർജാണ്, റൈറ്റ്. സിമിലർലി M2-നുള്ളത് നെഗറ്റീവ് ചാർജാണ്. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ക്യൂവും മറ്റതും ക്യൂ. ബട്ട് അതിൻ്റെ പൊളാരിറ്റി ഒരെണ്ണം പോസിറ്റീവും മറ്റത് നെഗറ്റീവുമാണ്. നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇലക്ട്രിക് ഫ്ലക്സ് പോകും, റൈറ്റ്. ഇങ്ങനെ ഇരിക്കുന്ന ഈ കോമ്പിനേഷൻ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയലിനകത്താണ് ഇരിക്കുന്നത്. അതിൻ്റെ ഡൈഇലക്ട്രിക് പെർമിറ്റിവിറ്റി എപ്സിലോണായിട്ട് തന്നിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷനിൽ വേറെ ഒരു ചാർജസും ഈ ഒരു കോമ്പിനേഷനകത്തുള്ളതായിട്ടും അസ്യൂം ചെയ്യുന്നില്ല, റൈറ്റ്. സോ ഇങ്ങനെ ഇരിക്കുന്ന ഈ കോമ്പിനേഷനിൽ നമുക്കറിയാം ഈ രണ്ട് മെറ്റീരിയൽസ് M1 M2 എന്ന് പറയുന്നത് കണ്ടക്ടർ ആണെങ്കിൽ ഇതിൻ്റെ ചാർജസ് കംപ്ലീറ്റ്ലി റെസൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ സർഫസിലായിട്ടായിരിക്കും, റൈറ്റ്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽസ് കണ്ടക്ടറായിട്ടുള്ള മെറ്റീരിയൽസ് ആണെന്നും അസ്യൂം ചെയ്യാം. ഈ ഒരു കോമ്പിനേഷനിൽ നിന്ന് നമുക്ക് കപ്പാസിറ്റൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. കപ്പാസിറ്റൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടക്ടറിൻ്റെ ചാർജ് ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V12, റൈറ്റ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ അറിയാം. ഈ മെറ്റീരിയൽസ് കണ്ടക്ടറാണെന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കണ്ടക്ടറിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും നോർമലായിട്ട് ആക്ട് ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയാം. സിമിലർലി ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകും എന്നുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെഫിനറ്റ്ലി ഈ പറയുന്ന രണ്ട് മെറ്റീരിയൽസിൻ്റെ ഇടയ്ക്കും ഉണ്ടാകുകയും ചെയ്യും. സോ എനിക്കിത് ജനറലി C=Q/V ആയിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, റൈറ്റ്. ഇനി കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് അറിയാം, ഫാരഡാണ്. ഫാരഡ് എന്ന് പറയുന്നത് ചാർജ് കൂളം/വോൾട്ടായിട്ടും ഡിനോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ക്യൂവിൻ്റെയും വിയുടെയും എക്സ്പ്രഷൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. സോ ക്യൂ, ഫസ്റ്റ് ഓഫ് ഓൾ ക്യൂ ചെക്ക് ചെയ്യാം. ക്യൂ എന്ന് പറയുന്നത് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ, റൈറ്റ്. ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ D.ds ആണ്. ബട്ട് ഡി എന്ന് പറയുന്നത് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ D epsilon naught E.ds ആയിട്ട് എനിക്ക് ഡിനോട്ട് ചെയ്യാം, റൈറ്റ്. എഗെയിൻ epsilon naught ഞാൻ ഒരു ഒറ്റ പെർമിറ്റിവിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാണ്, E.ds, റൈറ്റ്. നെക്സ്റ്റ് നമുക്ക് വിയുടെ എക്സ്പ്രഷൻ നോക്കാം. വി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ നെഗറ്റീവ് സർഫസിൽ നിന്ന് ഒരു പോസിറ്റീവ് സർഫസിലേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്കിനെയാണ് പൊട്ടൻഷ്യലായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ പോസിറ്റീവ് ചാർജിൽ നിന്ന് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഈ ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക് ഇലക്ട്രിക് ഫ്ലക്സ് പോകും. അപ്പം ഇതിന് ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ബേസിക്കലി പൊട്ടൻഷ്യലായിട്ട് ഡിഫൈൻ ചെയ്യുന്നതും നമുക്കറിയാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മെറ്റീരിയലിൽ നിന്ന് നെഗറ്റീവ് ചാർജുള്ള മെറ്റീരിയലിൽ നിന്ന് ഒരു പോസിറ്റീവ് ചാർജ് M1 എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള മെറ്റീരിയലിലേക്ക് മൂവ് ചെയ്യിക്കേണ്ട വർക്കിനെയാണ് പൊട്ടൻഷ്യലായിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ എനിക്ക് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഓഫ്, റൈറ്റ്, V=- ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് L ആയിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യാണ്. സോ L/E.dl, റൈറ്റ്. എഗെയിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നെഗറ്റീവ് ടു പോസിറ്റീവായിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യാണ്, E.dl, റൈറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ വോൾട്ടേജിൻ്റെയും ചാർജിൻ്റെയും എക്സ്പ്രഷൻ ഒബ്റ്റെയിൻ ചെയ്തു. ഇനി നമുക്ക് കപ്പാസിറ്റൻസ് ഇതിൻ്റെ മിയർ റേഷ്യോ ആണ്. ദാറ്റ് ഈസ് കപ്പാസിറ്റൻസ് Q/V Q നേരത്തെ തന്നെ ഒബ്റ്റെയിൻ ചെയ്തു, സർഫസ് ഇൻ്റഗ്രൽ E.ds ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് നെഗറ്റീവ് ടു പോസിറ്റീവ് E.dl, റൈറ്റ്. ഇപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്, C=Q/V അല്ലെങ്കിൽ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് E.ds ഡിവൈഡഡ് ബൈ മൈനസ് ഇൻ്റഗ്രൽ നെഗറ്റീവ് ടു പോസിറ്റീവ് E.dl.
നെക്സ്റ്റ് കപ്പാസിറ്റൻസ് ഇൻ സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും കൂടെ ചെക്ക് ചെയ്യാം. സീരീസ് കോമ്പിനേഷനിൽ കപ്പാസിറ്റൻസ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഞാൻ സി ഇക്വലൻ്റ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് അപ് ടു 1/CN. റൈറ്റ്. സിമിലർലി കപ്പാസിറ്റൻസ് ഇൻ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ സി ഇക്വലൻ്റ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് അപ് ടു CN. റൈറ്റ്. സോ ഇത് പഠിച്ചിരിക്കാൻ എളുപ്പമാണ്. നമുക്കറിയാം റെസിസ്റ്റൻസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടി വരുന്നത്. അതായത് റെസിസ്റ്റൻസിൻ്റെ കേസിൽ പാരലൽ ആകുമ്പോൾ 1/R1 പ്ലസ് 1/R2 ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഇവിടെ സീരീസ് ആകുമ്പോഴാണ് അതേ കണക്ക് റിലേറ്റ് ചെയ്യുന്നത്. അതേ കണക്ക് റെസിസ്റ്റൻസ് സീരീസ് ആകുമ്പം R1 പ്ലസ് R2 ആയിട്ട് ഡിനോട്ട് ചെയ്തു. ഇവിടെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പാരലൽ ആകുമ്പോഴാണ് ആ രീതിയിൽ ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ എക്സ്പ്രഷൻസ് ചെക്ക് ചെയ്യാം. സോ ഒരു പാരലൽ പ്ലേറ്റ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇത് പ്ലേറ്റ് 1 ആണ്. സിമിലർലി ഇത് പ്ലേറ്റ് 2 ആണ്. ഇത് രണ്ടും മെറ്റാലിക് പ്ലേറ്റ്സ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആയിട്ടും ഇതിൻ്റെ ഇടയ്ക്ക് ഫില്ല് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ ആയിട്ട് ഞാൻ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. ഈ പ്ലേറ്റ് 1 പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് തുടങ്ങി നെഗറ്റീവിലേക്ക് ഇലക്ട്രിക് ഫ്ലക്സ് മൂവ് ചെയ്യുന്നത് മാർക്ക് ചെയ്തിട്ടുണ്ട്. സിമിലർലി ഈ പ്ലേറ്റ്സ് ഇരിക്കുന്നത് Z=0 പ്ലെയിനിലാണ് പ്ലേറ്റ് 1 ഇരിക്കുന്നത്. സിമിലർലി പ്ലേറ്റ് 2 എന്ന് പറയുന്നത് Z=0 പ്ലസ് D ഡിസ്റ്റൻസ് മാറിയിട്ടാണ് പ്ലേറ്റ് 2 ഇരിക്കുന്നത്. Z=0 എന്ന് പറയുന്നത് വഴി ഇത് ഈ പ്ലേറ്റ് ഇരിക്കുന്നത് ആക്ച്വലി XY പ്ലെയിനിലായിരിക്കും. Z=0 ലൈൻ എന്ന് പറയുന്നത് ബേസിക്കലി XY പ്ലെയിൻ. അപ്പോൾ XY പ്ലെയിനിലാണ് ഈ പറയുന്ന പ്ലേറ്റ് 1 ഇരിക്കുന്നത്. അതിനോടൊപ്പം ഈച്ച് പ്ലേറ്റുകളുടെയും സർഫസ് ചാർജ് ഡെൻസിറ്റി ρS ആയിട്ട് ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ρS പ്ലസ് ρSഉം മൈനസ് ρSഉം. സോ ρS സർഫസ് ചാർജ് ഡെൻസിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ചാർജിനെ Q ഈക്വൽ ടു സർഫസ് ചാർജ് ഡെൻസിറ്റി ρS ഇൻറ്റു A ആയിട്ട് എനിക്ക് ഡിനോട്ട് ചെയ്യാം. ഇത് ഏത് പ്ലേറ്റ് എടുത്താലും ഇതേ ചാർജ് തന്നെയായിരിക്കും കാണുന്നത്. സിമിലർലി നമുക്ക് ഈ രണ്ട് പ്ലേറ്റുകളും ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ρS ബൈ 2 എപ്സിലോൺ A നോർമൽ ആണെന്ന് നമുക്കറിയാം. റൈറ്റ്. സോ ഇവിടെ ഈ കേസിൽ എടുക്കുമ്പോൾ നോർമൽ എന്ന് പറയുന്നത് Z ആയിരിക്കും. കാരണം XY പ്ലെയിനിലാണ് ഇരിക്കുന്ന ആൾറെഡി പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ρS ബൈ 2 എപ്സിലോൺ AZ വോൾട്ട് പെർ മീറ്റർ. റൈറ്റ്. ഇത് ഞാൻ E1 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇത് പോസിറ്റീവ്. സിമിലർലി E2 ആണെങ്കിലോ ജസ്റ്റ് നെഗറ്റീവ് സൈൻ വരും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. മൈനസ് ρS ബൈ 2 എപ്സിലോൺ. അതിനോടൊപ്പം AZ എന്ന് പറയുന്നത് മൈനസ് AZ ആവും. റൈറ്റ്. വോൾട്ട് പെർ മീറ്റർ. അതിനോടൊപ്പം നമുക്കറിയാം ഡയറക്ഷൻ ഓഫ് E1 ഫസ്റ്റ് പ്ലേറ്റിൽ നിന്നുള്ളത് മുകളിലോട്ടാണ് പോകുന്നത്. സോ അതുകൊണ്ടാണ് പ്ലസ് AZ ആയിട്ട് എടുത്തത്. സിമിലർലി സെക്കൻഡ് പ്ലേറ്റിൽ നിന്നുള്ളത് താഴോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വരുന്നത്. അതുകൊണ്ടാണ് മൈനസ് AZ എടുത്തിരിക്കുന്നത്. സോ നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് E നോട്ട് ചെയ്യാം. E ഈക്വൽ ടു E1 പ്ലസ് E2 ദാറ്റ് ഈസ് ഈക്വൽ ടു ρS ബൈ 2 എപ്സിലോൺ പ്ലസ് ρS ബൈ 2 എപ്സിലോൺ ദാറ്റ് ഈസ് ρS ബൈ എപ്സിലോൺ AZ. റൈറ്റ്. ഇത് ഇക്വേഷൻ 1 ആയിട്ട് ഞാൻ ഡിനോട്ട് ചെയ്തു. സോ ഈ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് നോട്ട് ചെയ്യാം. V. റൈറ്റ്. V ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ്സ് നമ്മൾ നോക്കുമ്പം അപ്പർ പ്ലേറ്റ് ടു ലോവർ പ്ലേറ്റ് ആണ്. സോ അപ്പർ ടു ലോവർ. റൈറ്റ്. പ്ലേറ്റ് 1 നിന്ന് പ്ലേറ്റ് 2 പോകുന്നത്. സോ അപ്പർ ടു ലോവർ. റൈറ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ρS ബൈ എപ്സിലോൺ AZ ഡോട്ട് DL. റൈറ്റ്. വിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയായിരുന്നു. V ഈക്വൽ ടു മൈനസ് ഓഫ് E ഡോട്ട് DL ആണ്. ആ എക്സ്പ്രഷനാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്. നെഗറ്റീവ് ടു പോസിറ്റീവാണ് എടുക്കുന്നത്. അപ്പം എനിക്ക് ഈ ഫോമിൽ ഒപ്റ്റെയിൻ ചെയ്തു. എഗെയിൻ DL ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ സോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ DL എന്ന് പറയുന്നത് DXAX പ്ലസ് DYAY പ്ലസ് DZAZ. റൈറ്റ്. സോ ഇതും കൂടെ കൊണ്ടുവന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു V ഈക്വൽ ടു മൈനസ് ഓഫ് അപ്പർ ടു ലോവർ. അപ്പർ എന്ന് പറയുന്നത് Z ഈക്വൽ ടു D ആകുന്ന ടൈമാണ്. സോ Z ഈക്വൽ ടു D ടു ലോവർ എന്ന് പറയുന്നത് Z ഈക്വൽ ടു 0 ആകുന്നതാണ്. സോ ρS ബൈ എപ്സിലോൺ AZ
ഡോട്ട് ഈ പറയുന്ന ഡി എക്സ് എ എക്സ് പ്ലസ് ഡി വൈ എ വൈ പ്ലസ് ഡി ഇസഡ് എ ഇസഡ്. അപ്പോൾ ഇതിൽ എ ഇസഡ് ഡോട്ട് എ ഇസഡ് ഡോട്ട് എ എക്സ് ഈക്വൽ ടു 0 ആണ്. സിമിലർലി എ ഇസഡ് ഡോട്ട് എ വൈ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ആകെ ഉള്ളതെന്ന് പറയുന്നത് ഡി ഇസഡ് മാത്രമായിരിക്കും. റൈറ്റ്, എ ഇസഡ് ഡോട്ട് എ ഇസഡ് മാത്രം 1 ആയിരിക്കും. സോ അതുകൊണ്ട് എനിക്ക് റോ എസ് ബൈ എപ്സിലോൺ ഡി ഇസഡ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ ചെയ്യാം മൈനസ് റോ എസ് ബൈ എപ്സിലോൺ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. ഡി ഇസഡിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇസഡ് എന്ന് വന്നു വിത്ത് ലിമിറ്റ്സ് ഡി ടു 0. So that is equal to minus of rho s minus d by epsilon. Right? That is v equal to rho s d by epsilon volt ആയിട്ട് വന്നു. റൈറ്റ്, അപ്പം വോൾട്ടിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. സിമിലർലി കപ്പാസിറ്റൻസിൽ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് സി ഈക്വൽ ടു ക്യൂ ബൈ വി. ക്യൂ നമുക്ക് നേരത്തെ ഒപ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്, റോ എസ് ബൈ എ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ റോ എസ് എ ബൈ ഇപ്പോൾ കിട്ടിയ റോ എസ് ഡി എപ്സിലോൺ മുകളിലോട്ട് പോയി. സോ ദാറ്റ് ഈസ് കപ്പാസിറ്റൻസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി എന്ന് വന്നു. സോ അത് ഈ ഫോമിൽ എനിക്ക് ഡിനോട്ട് ചെയ്യാം. എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ ആണ്, എ ബൈ ഡി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ എക്സ്പ്രഷനാണ്. സോ സി ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ എ ബൈ ഡി ഫാരഡ് ആയിട്ട് വരും. റൈറ്റ്, നെക്സ്റ്റ് നമുക്ക് കപ്പാസിറ്റൻസ് ഓഫ് എ കോയാക്സിയൽ കേബിൾ ചെക്ക് ചെയ്യാം. സോ കോയാക്സിയൽ കേബിളിൽ 2 കോൺസെൻട്രിക് ആയിട്ടുള്ള സിലിണ്ടേഴ്സ് ഉണ്ട്. റൈറ്റ്, ഇതിൽ ഔട്ടർ സിലിണ്ടർ ഞാൻ യെല്ലോ കളറിൽ കാണിച്ചിട്ടുണ്ട്. അത് ക്യാരി ചെയ്യുന്ന ലൈൻ ചാർജ് ഡെൻസിറ്റി റോ എല്ലായിട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, സിമിലർലി ഇന്നർ സിലിണ്ടർ ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് പോസിറ്റീവ് ചാർജാണ് ക്യാരി ചെയ്യുന്നത്. അത് ക്യാരി ചെയ്യുന്നത് പ്ലസ് റോയൽ കൂളം പെർ മീറ്റർ ആയിട്ടും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് പെർമിറ്റിവിറ്റി മീഡിയം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഡൈഇലക്ട്രിക് മീഡിയം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇവിടുത്തെ ലൈൻ ചാർജ് ഡെൻസിറ്റി റോയൽ ആകുമ്പം എനിക്ക് ടോട്ടൽ ചാർജ് ക്യൂ ഈക്വൽ ടു റോയൽ ഇൻറ്റു എൽ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. റൈറ്റ്, നെക്സ്റ്റ് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി റോയലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇ ഈക്വൽ ടു റോയൽ ലൈൻ ചാർജ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ 2π എപ്സിലോൺ ആർ എ ആർ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നറിയാം. റൈറ്റ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇന്നർ കണ്ടക്ടറിൽ നിന്ന് ഔട്ടർ കണ്ടക്ടറിലേക്കാണ് പോകുന്നത്. കാരണം ഇന്നർ കണ്ടക്ടർ പോസിറ്റീവും സിമിലർലി ഔട്ടർ കണ്ടക്ടർ നെഗറ്റീവുമാണ്. സിമിലർലി നേരത്തെ ലാസ്റ്റ് നമ്മൾ ഡെറൈവ് ചെയ്ത കണക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഔട്ടർ കണ്ടക്ടറിൽ നിന്ന് ഇന്നർ കണ്ടക്ടറിലേക്ക് മൂവ് ചെയ്യാൻ ആവശ്യത്തിനുള്ള വർക്കിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ടും റിലേറ്റ് ചെയ്യുന്നറിയാം. സോ നെക്സ്റ്റ് നമുക്ക് പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ അറിയാം. വി ഈക്വൽ ടു മൈനസ് ഓഫ് ഇ ഡോട്ട് ഡി എൽ. ഇവിടെ നെഗറ്റീവ് ടു പോസിറ്റീവ്. റൈറ്റ്, ഡി എൽ എന്ന് പറയുന്നത് എഗെയിൻ ഡി എൽ ഈക്വൽ ടു റേഡിയൽ ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്തിരിക്കുന്നത്, ഔട്ടർ കണ്ടക്ടറും ഇന്നർ കണ്ടക്ടറും ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഡി എൽ ഈക്വൽ ടു ഡി ആർ എ ആർ. എ ആർ ആണ് അവിടുത്തെ യൂണിറ്റ് നോർമൽ വെക്ടറായിട്ടും വരുന്നത്. സോ ഇത് കൊണ്ടൊന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് വി ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് റോയൽ ബൈ 2π എപ്സിലോൺ ആർ ഡി ആർ എ ആർ. അതിനോടൊപ്പം ഇവിടെ ഒരു എ ആറും കൂടെ ഉണ്ടായിരുന്നു. റൈറ്റ്, സോ അതൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. മൈനസ് റോയൽ ബൈ 2π എപ്സിലോൺ കോൺസ്റ്റൻ്റ് ആണ്. നെക്സ്റ്റ് ഇൻറ്റഗ്രേഷനകത്ത് വരുന്നത് ഡി ആർ ബൈ ആർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് റോയൽ ബൈ 2π എപ്സിലോൺ 1/r ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ലോഗ് ആർ ആണ്. സോ ലോഗ് ആർ വിത്ത് ലിമിറ്റ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഇവിടെ ബി ടു എ. റൈറ്റ്, ഔട്ടർ കണ്ടക്ടറിൽ നിന്ന് ഇന്നർ കണ്ടക്ടറിലേക്കാണ്. സോ അതുകൊണ്ട് ബി ടു എ, അഗെയിൻ ബി ടു എ. സോ ബി ടു എ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് റോയൽ ബൈ 2π എപ്സിലോൺ നാച്ചുറൽ ലോഗരിതം ഓഫ് എ ബൈ പി. സോ ഈ നെഗറ്റീവ് സൈനും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പം റോയൽ ബൈ 2π എപ്സിലോൺ നാച്ചുറൽ ലോഗരിതം ഓഫ് ബി ബൈ എ. ഇത് ഞാൻ ആദ്യം ഇതിനെ ഞാൻ എക്സ്പ്രഷൻ നമ്പർ 1 ആയിട്ടും ഇതിനെ എക്സ്പ്രഷൻ 2 ആയിട്ടും റിലേറ്റ് ചെയ്യാണ്. സോ നമുക്ക് കപ്പാസിറ്റൻസ് അറിയാം, സി ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. സോ ഇവിടെ നിന്ന് റോയൽ എൽ ഡിവൈഡഡ് ബൈ ഇവിടെ നിന്ന് റോയൽ ബൈ 2π എപ്സിലോൺ നാച്ചുറൽ ലോഗരിതം ഓഫ് ബി ബൈ എ. സോ ദാറ്റ് ടേൺസ് ഔട്ട് ടു ബി 2π എപ്സിലോൺ എൽ ഡിവൈഡഡ് ബൈ നാച്ചുറൽ ലോഗരിതം ഓഫ് ബി ബൈ എ എന്ന് ഒറ്റ.
സോ ഒരു കോയാക്സിൽ കേബിളിൻ്റെ കറസ്പോണ്ടിങ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 2πε നാച്ചുറൽ ലോഗരിതം ഓഫ് B/A ആയിട്ടാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അത്രയും ഫാരഡ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ് 2πε നാച്ചുറൽ ലോഗരിതം ഓഫ് B/A. നെക്സ്റ്റ് കപ്പാസിറ്റൻസ് വെച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ദ വിഡ്ത്ത് ഓഫ് ദ റീജിയൻ കണ്ടെയ്നിങ് εr1 ഇൻ ദ ഫിഗർ ഈസ് 1.2 മീറ്റർ. εr1 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് εr1 ഇഫ് εr2 equal to 2.5 and the total capacitance is 60 nanofarad, right? സോ രണ്ട് കണ്ടക്ടിങ് പ്ലെയിൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ട് കണ്ടക്ടിങ് പ്ലെയിൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഡൈഇലക്ട്രിക് മീഡിയം ഈ രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിഡ്ത്തും ലെന്തും എല്ലാം തന്നിട്ടുണ്ട്. സെക്കൻഡ് റീജിയൻ്റെ εr2 പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് 2.5 ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ കപ്പാസിറ്റൻസ് 60 നാനോഫാരഡ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മീഡിയത്തിൻ്റെ ഫസ്റ്റ് കണ്ടക്ടിങ് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ εr1 ഇവാലുവേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്നത്. സോ നമുക്ക് ഏരിയ ഫസ്റ്റ് ഓഫ് ഓൾ ഇവാലുവേറ്റ് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൻ്റെ, അതായത് ഫസ്റ്റ് മെറ്റീരിയൽ വരുന്ന ഏരിയ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഇത് റെക്റ്റാങ്കുലർ ആണ്. സോ ഏരിയ ഈക്വൽ ടു ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ A1 ഈക്വൽ ടു 1.2 മീറ്റർ ഇൻറ്റു 2, റൈറ്റ്. 1.2 ഇവിടെ ഉണ്ട്. 2 എന്ന് പറയുന്നത് 2 മീറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. സോ ഏരിയ ഈക്വൽ ടു 1.2 ഈക്വൽ ടു 2.4 മീറ്റർ സ്ക്വയർ ആയിട്ട് വന്നു, റൈറ്റ്. സിമിലർലി ഏരിയ ഓഫ് ദി സെക്കൻഡ് പ്ലേറ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അഗെയിൻ ഈക്വൽ ടു 0.8, റൈറ്റ്. ഈ ലെന്ത് 0.8 ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ 0.8 ഇൻറ്റു 0.8 ഇൻറ്റു 2, റൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.6 മീറ്റർ സ്ക്വയർ എന്ന് വരും. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് രണ്ട് കേസിലും സെയിം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മില്ലിമീറ്റർ, റൈറ്റ്. സോ 2 ഇൻറ്റു 10⁻³ മീറ്റർ. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കപ്പാസിറ്റൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. C1 ഈക്വൽ ടു εr1 A1 by D1/D, റൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ε0 എന്ന് പറയുന്നത് 8.85 ഇൻറ്റു 10⁻12 ഇൻറ്റു εr1. അതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. εr1 ഇൻറ്റു A1 നമ്മളിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തു. 2.4 മീറ്റർ സ്ക്വയർ ആണ്. സോ 2.4 ഡിവൈഡഡ് ബൈ D. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഈസ് 2 ഇൻറ്റു 10⁻3. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 1.062 ഇൻറ്റു 10⁻8 εr1 ഫാരഡ് ആയിട്ട് വന്നു. ഇത് ഞാൻ എക്സ്പ്രഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്തു. സിമിലർലി സെക്കൻഡ് കപ്പാസിറ്റൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ε0 εr2 A2/D. അഗെയിൻ ε0 ഈക്വൽ ടു 8.85 ഇൻറ്റു 10⁻12 ഇൻറ്റു εr2 ഇവിടെ തന്നിട്ടുണ്ട് 2.5 ഇൻറ്റു A2 ഈക്വൽ ടു 1.6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10⁻3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.7708 ഇൻറ്റു 10⁻8 ഫാരഡ് ആയിട്ട് വന്നു. ഇക്വേഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഈ കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അതുവഴി നമുക്ക് ടോട്ടൽ കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് കപ്പാസിറ്റൻസിൻ്റെ കേസ് എടുക്കുമ്പം ഇതിൻ്റെ ഡൈഇലക്ട്രിക് ഇൻ്റർഫേസ്, റൈറ്റ്, ഫസ്റ്റ് പ്ലേറ്റിൻ്റെയും സെക്കൻഡ് പ്ലേറ്റുകളുടെയും അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലെയിൻ്റെയും സെക്കൻഡ് പ്ലെയിൻ്റെ ഇടയ്ക്കുള്ള ഡൈഇലക്ട്രിക് ഇൻ്റർഫേസ് നോർമലായിട്ടാണുള്ളത്, പെർപെൻഡിക്കുലർ ആയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കപ്പാസിറ്റൻസസ് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, റൈറ്റ്. ഞാൻ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഈ ഡൈഇലക്ട്രിക് ഇൻ്റർഫേസ് ഈ പ്ലേറ്റ്സുകളുടെ ഇടയിൽ നോർമലായിട്ടാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ കപ്പാസിറ്റൻസ് ഇൻ എഫക്റ്റ് ഫോം ചെയ്യുന്നത് പാരലായിട്ടാണ്. സോ C ഇക്വലൻ ഈക്വൽ ടു പാരലാവുമ്പം C1 പ്ലസ് C2 ആണ്. അത് ഈ ക്വസ്റ്റ്യന് തരുന്നുണ്ട്. ടോട്ടൽ കപ്പാസിറ്റൻസ് 60 നാനോഫാരഡ്. സോ 60 ഇൻറ്റു 10⁻9 ഈക്വൽ ടു ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മേഷനാണ്. ദാറ്റ് ഈസ് 1.7708 ഇൻറ്റു 10⁻8 പ്ലസ് 1.062 ഇൻറ്റു 10⁻8 εr1, റൈറ്റ്. അതിൽ നിന്ന് നമുക്ക് εr1 ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. εr1 ഈക്വൽ ടു 60 ഇൻറ്റു 10⁻9 മൈനസ് 1.7708 ഇൻറ്റു 10⁻8 ഡിവൈഡഡ് ബൈ 1.062 ഇൻറ്റു 10⁻8. ദാറ്റ് ഈസ് εr1 ഈക്വൽ ടു 3.9823 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും εr1, റൈറ്റ്. നെക്സ്റ്റ് പ്രോബ്ലത്തിൽ ഇപ്പം എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എ സെപ്പറേഷൻ ഓഫ് 1 സെൻറ്റിമീറ്റർ ഹാസ് 29 kV അപ്ലൈഡ് വെൻ എയർ വാസ് ദ ഡൈഇലക്ട്രിക് യൂസ്ഡ്.
Assume that the dielectric strength of air as 30 kilovolt per centimeter, a thin piece of glass with epsilon r equal to 6.5 with a dielectric strength of 290 kilovolt per centimeter with thickness 0.2 centimeter is inserted. Find whether glass will break or air. സോ ഈ ഒരു കോമ്പിനേഷനിൽ പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ സെപ്പറേഷൻ 1 സെൻറ്റിമീറ്റർ ആയിരുന്ന സമയത്ത് 29 കിലോ വോൾട്ട് അപ്ലൈ ചെയ്തു, റൈറ്റ്. ആ സമയത്ത് എയർ ആയിരുന്നു ഡൈലക്ട്രിക് മീഡിയ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. എയറിൻ്റെ ഡൈലക്ട്രിക് സ്ട്രെങ്ത് 30 കിലോ വോൾട്ട് പെർ സെൻറ്റിമീറ്റർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു തിൻ പീസ് ഓഫ് ഗ്ലാസ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. ഈ കോമ്പിനേഷൻ കാണിക്കുന്ന കണക്ക് പ്ലേസ് ചെയ്തു. അതിൻ്റെ പെർമിറ്റിവിറ്റിയും സിമിലർലി ഡയലക്ട്രിക് സ്ട്രെങ്തും തിക്നെസ്സും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയർ ബ്രേക്ക് ചെയ്യുമോ ഗ്ലാസ് ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഈ പർട്ടിക്കുലർ വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ. സോ ഈ ഗ്ലാസ് കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യുന്നത് വഴി ഒരു 2 കപ്പാസിറ്റൻസ് ആണ് ഇൻ എഫക്റ്റ് ക്രിയേറ്റഡ് ആവുന്നത്. നേരത്തെ ഒരു പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇപ്പം ആ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റൻസ് 1 അല്ല, അത് 2 ആകും. ആ 2 കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് കാരണം ഈ എയർ ബ്രേക്ക് ഡൗൺ ആവുമോ ഗ്ലാസ് ബ്രേക്ക് ഡൗൺ ആവുമോ എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്, റൈറ്റ്. നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ അറിയാം. ഞാൻ ഫസ്റ്റ് എയറിൻ്റെ കേസ് എടുക്കുകയാണ്. സി എയർ കപ്പാസിറ്റൻസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ എ ബൈ ഡി ആണ്. എയർ ആവുമ്പം എപ്സിലോൺ ആർ ഈക്വൽ ടു 1 ആണ്. സോ എപ്സിലോൺ നോട്ട് എ ബൈ ഡി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് 8.854 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു എ. ഏരിയ ഇവിടെ തന്നിട്ടുള്ളതല്ല, സോ അതുകൊണ്ട് ഞാൻ എ ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാണ്. എ ബൈ ഡി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് തരുന്നുണ്ട് 0.8 സെൻറ്റിമീറ്റർ. സോ 0.8 ഇൻറ്റു 10⁻². So that is equal to 1.1067 into 10⁻⁻9 AF ആയിട്ട് വന്നു. എഫ് ഫാരഡ് ആണ്. സോ 10⁻⁻9 A ആയിട്ട് വന്നു. സിമിലർലി നമുക്ക് ഗ്ലാസിൻ്റെ ചെക്ക് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8.854 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു എപ്സിലോൺ ആർ. ഗ്ലാസിൻ്റെത് ക്വസ്റ്റിന് തരുന്നുണ്ട് ഈക്വൽ ടു 6.5 ഇൻറ്റു എ, റൈറ്റ്, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. ഡിസ്റ്റൻസ് 0.2 സെൻറ്റിമീറ്റർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗ്ലാസിൻ്റെത്. സോ 0.2 ഇൻറ്റു 10⁻². ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത് 2.8775 ഇൻറ്റു 10⁻⁻8 ആംബിയർ ഫാരഡായിട്ട് വന്നു. ഇവിടെ ഗ്ലാസ് കാരണം ഉണ്ടാകുന്ന കപ്പാസിറ്റൻസും സിമിലർലി എയർ കാരണം ഉണ്ടാകുന്ന കപ്പാസിറ്റൻസും സീരീസാണ്. സോ അതുകൊണ്ട് തന്നെ സി ഇക്വലൻ്റ് ഈക്വൽ ടു ഫസ്റ്റ് വൺ, ഇത് ഇത് സെക്കൻഡ് വൺ, റൈറ്റ്. 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1 + 2. സോ അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1.0657 ഇൻറ്റു 10⁻⁻9 AF ആയിട്ട് വന്നു, റൈറ്റ്. ഏരിയ ഇൻറ്റു എഫ്. ഞാനിവിടെ ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണെന്ന് അസ്യൂം ചെയ്യാണ്, റൈറ്റ്. ഇവിടെ ബ്രേക്ക് ഡൗൺ മാത്രമേ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യാണ്. അപ്പോൾ അതുവഴി നമുക്ക് ഈ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 1.0657 ഇൻറ്റു 10⁻⁻9 ഫാരഡായിട്ട് വന്നു. 1 മീറ്റർ സ്ക്വയർ ഏരിയ ഞാൻ അസ്യൂം ചെയ്തതുകൊണ്ട്. നെക്സ്റ്റ് നമുക്ക് ടോട്ടൽ ചാർജ് വാല്യുവേറ്റ് ചെയ്യാം. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടാണ്, റൈറ്റ്. സി ഈക്വലൻ്റ് ഇൻറ്റു വോൾട്ട്. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തു 1.0657 ഇൻറ്റു 10⁻⁻9 ഇൻറ്റു വോൾട്ട് എന്ന് പറയുന്നത് 29 കിലോ വോൾട്ടായിട്ട് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. സോ 29 ഇൻറ്റു 10⁻3. സോ ദാറ്റ് ടേൺസ് ഔട്ട് ടു ബി 3.0905 ഇൻറ്റു 10⁻⁻5 കൂളംസ് ആയിട്ട് വന്നു. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് എയറും സിമിലർലി ഗ്ലാസ്സുമാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള പാരാമീറ്റേഴ്സ്, റൈറ്റ്. ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എയറിൻ്റെ കേസ് എടുക്കുമ്പം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈക്വൽ ടു വി ബൈ ഡി ആണ്, റൈറ്റ്. വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. സോ വോൾട്ടേജ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവാലുവേറ്റ് ചെയ്യണം. വോൾട്ടേജ് എയറിൻ്റെ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഗിവൺ ബൈ ഈ എക്സ്പ്രഷനാണ്, റൈറ്റ്. ദാറ്റ് ഈസ് ക്യൂ ബൈ എയറിൻ്റെ കപ്പാസിറ്റൻസ്. സോ അവിടെ
ടോട്ടൽ ക്യൂ ആണ് നോക്കേണ്ടത്. ടോട്ടൽ ക്യൂ എന്ന് പറയുന്നത് 3.0905 ഇൻറ്റു 10⁻⁻5 ഡിവൈഡഡ് ബൈ എയർ കാരണം ഉണ്ടാകുന്ന കപ്പാസിറ്റൻസ്. അത് നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട് 1.1067 ഇൻറ്റു 10⁻⁻9. റൈറ്റ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 27.9259 കിലോ വോൾട്ടായിട്ട് വന്നു. റൈറ്റ്. സിമിലർലി നെക്സ്റ്റ് ഗ്ലാസിൻ്റെ ചെക്ക് ചെയ്യും. ഗ്ലാസിൻ്റെ പൊട്ടൻഷ്യലിന് വേണ്ടി അഗെയിൻ ഈ എക്സ്പ്രഷൻസ് കംപ്ലീറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്ലാസിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ടോട്ടൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് 29 കിലോ വോൾട്ടാണ്. സോ 29 ഇൻറ്റു 10⁻³ മൈനസ് ഇവിടെ ഇപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് 27.9259. കാരണം ഇത് രണ്ടും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് 29 കിലോ വോൾട്ട് ആണെങ്കിൽ ഈ പറയുന്ന എയർ കാരണം ഉണ്ടാകുന്ന കപ്പാസിറ്ററിനെ ക്രോസ് സം വോൾട്ട് ഡെവലപ്പ് ചെയ്യും. സിമിലർലി ഗ്ലാസ് കാരണം ഉള്ളതിനും സം വോൾട്ട് ഡെവലപ്പ് ചെയ്യും. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. സോ നമുക്കത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 1.074 കിലോ വോൾട്ടായിട്ട് വന്നു. റൈറ്റ്. അപ്പോൾ ഗ്ലാസിൻ്റെതും കിട്ടി, സിമിലർലി എയറിൻ്റെതും കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓഫ് എയർ ആൻഡ് ഗ്ലാസ് ഇവാലുവേറ്റ് ചെയ്യാം. സോ ഇലക്ട്രിക് ഫീൽഡ് ഈ പർട്ടിക്കുലർ കേസിൽ ഇലക്ട്രിക് ഫീൽഡ്സ് എന്ന് പറയുന്നത് വി എയർ പൊട്ടൻഷ്യൽ ഓഫ് എയർ ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. സോ വി എയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 27.9259 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഈ കേസിൽ 0.8 സെൻറ്റിമീറ്റർ ആണ്. സോ 0.8 ഇൻറ്റു 10⁻². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു കേസിൽ 34.9 കിലോ വോൾട്ട് പെർ സെൻറ്റിമീറ്റർ എന്ന് വന്നു. സോ അത്രയും വോൾട്ടാണ് എയറിൻ്റെ കേസിൽ ഒബ്റ്റെയിൻഡ് ആവുന്നത്. ഇവിടെ ഡയലക്ട്രിക് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ എന്ന് പറയുന്നത് 30 കിലോ വോൾട്ട് പെർ സെൻറ്റിമീറ്റർ എന്നാണ് തരുന്നത്. അപ്പോൾ അതിലും വളരെ ഹയർ ആയിട്ടുള്ള വോൾട്ട് എയറിന് അക്രോസ് വരുന്നത് കൊണ്ട് തന്നെ എയർ ഡെഫിനറ്റ്ലി ബ്രേക്ക് ഡൗൺ ആവും. റൈറ്റ്. എയർ ഡെഫിനറ്റ്ലി ബ്രേക്ക് ഡൗൺ ആവും. ഇനി നെക്സ്റ്റ് ഗ്ലാസിൻ്റെ കേസ് ചെക്ക് ചെയ്യാം. സോ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ഗ്ലാസ് അഗെയിൻ ഈക്വൽ ടു ഇതേ കണക്ക് വി ഗ്ലാസ് ഡിവൈഡഡ് ബൈ T1. വി ഗ്ലാസ് എന്ന് പറയുന്നത് 1.074 കിലോ വോൾട്ട് ഡിവൈഡഡ് ബൈ D1. D1 ഈക്വൽ ടു 0.2 സെൻറ്റിമീറ്റർ ഇൻറ്റു 10⁻². സോ അത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 5.37 കിലോ വോൾട്ട് പെർ സെൻറ്റിമീറ്റർ. സോ ഗ്ലാസിൻ്റെ ഡൈലക്ട്രിക് സ്ട്രെങ്ത് 290 കിലോ വോൾട്ട് പെർ സെൻറ്റിമീറ്റർ ഉണ്ട്. ബട്ട് ഇവിടെ വരുന്നതോ ജസ്റ്റ് 5.37 കിലോ വോൾട്ട് പെർ സെൻറ്റിമീറ്റർ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഗ്ലാസ് ബ്രേക്ക് ഡൗൺ ആവത്തില്ല, എയർ ബ്രേക്ക് ഡൗൺ ആവും. റൈറ്റ്. സോ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.